നമസ്കാരം. വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഞാൻ അശോക് നാരായൺ. ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഹിപ്നോസിസ് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. അതായത് കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു വീഡിയോയുടെ താഴെ സംശയരൂപേണ വന്ന ഒരു കമൻറ്റ്, അത് വളരെ പ്രസക്തമാണ് എന്ന് തോന്നി. അവിടെ തന്നെ അതിന് ഉത്തരം കൊടുത്തിരുന്നു. പക്ഷേ കുറച്ച് വിശദമായിട്ട് എല്ലാവർക്കും വേണ്ടി അതൊന്നുകൂടി പറയണമെന്ന് തോന്നി. കാരണം ഹിപ്നോസിസിനെ കുറിച്ച് പലർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരണകളും കാഴ്ചപ്പാടുകളുമാണ്. അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരണകളെന്ന് പറയുമ്പോൾ അതിൽ കൂടുതലും തെറ്റിദ്ധാരണകൾ തന്നെയാണ്. തീർച്ചയായിട്ടും അത്തരം തെറ്റിദ്ധാരണകളെ തിരുത്തേണ്ടതുണ്ട്. ശരിക്കും എന്താണ് ഹിപ്നോസിസ് എന്നും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും പരിമിതികളെക്കുറിച്ചും ഒക്കെ പറയുന്ന കൂട്ടത്തിൽ തെറ്റിദ്ധാരണകളെ തിരുത്തേണ്ടതുമുണ്ട്. അപ്പോൾ എന്തായാലും അധികം ദീർഘിപ്പിക്കാതെ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതായത് ആ സുഹൃത്ത് ചോദിച്ച സംശയം എന്താണെന്ന് പറഞ്ഞാൽ, അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് എവിടെയോ വെച്ച് മറന്നുപോയി. അപ്പോൾ ഹിപ്നോസിസിനെ വിധേയമാക്കിയാൽ അത് കൃത്യമായിട്ട് എവിടെയാണ് വെച്ചത് എന്ന് അറിയാൻ സാധിക്കുമോ? ഇതാണ് അദ്ദേഹത്തിൻ്റെ സംശയം. അതായത് പലരും ധരിച്ചിരിക്കുന്നത് ഹിപ്നോസിസിന് വിധേയമാക്കിയാൽ മറന്നുപോയ എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് അതെങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ സബ് കോൺഷ്യസിൽ ധാരാളം വിവരങ്ങളുണ്ട്. അതായത് കോൺഷ്യസിൽ, നമ്മുടെ ബോധമനസ്സിൽ ഒരുപക്ഷെ ഇല്ലാതിരിക്കുന്ന, അല്ലെങ്കിൽ ബോധമനസ്സ് കൊണ്ട് നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കാത്ത, നമ്മൾ പൂർണ്ണമായിട്ടും മറന്നുപോയിരിക്കുന്ന പല കാര്യങ്ങളും സബ് കോൺഷ്യസിൽ നിലനിൽക്കുന്നുണ്ടാകും. പല കാര്യങ്ങളും എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളുമല്ല, ചില കാര്യങ്ങൾ. അപ്പോൾ എന്താണ് ഈ ചില കാര്യങ്ങൾ? എന്തുകൊണ്ടാണ് ആ ചില കാര്യങ്ങൾ മാത്രം നിലനിൽക്കുന്നത്? അതിന് കാരണം, നമ്മുടെ ബോധമനസ്സിനെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ അതിന് മെമ്മറി സ്പേസ്, ഓർമ്മകൾ സൂക്ഷിച്ചു വെക്കാനുള്ള കഴിവ് താരതമ്യേന കുറവായിരിക്കും. അതായത് നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ, ഇന്നലത്തെ കാര്യങ്ങൾ, അങ്ങനെ ഒരു 2-3 ദിവസം കഴിഞ്ഞു പോയ ദിവസങ്ങളിലെ കാര്യങ്ങൾ മാത്രമാണ് സാധാരണഗതിയിൽ ബോധമനസ്സിൽ കുറച്ച് ക്ലാരിറ്റിയോടുകൂടി നിൽക്കുന്നത്. അത് വ്യക്തികൾക്കനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. പക്ഷേ ഉപബോധമനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ജനിച്ച് ഇന്നേ വരെയുള്ള പ്രധാനപ്പെട്ട ഡേറ്റകളെല്ലാം അദ്ദേഹത്തിൻ്റെ ഉപബോധമനസ്സിലുണ്ടാകും. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഡേറ്റകളെന്ന് പറയുമ്പോൾ എന്താ? ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അതായത് അതാത് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഡേറ്റകൾ, ഇതാണ് ഉപബോധമനസ്സിൽ ഉണ്ടാവുക. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിച്ചിരുന്ന സമയത്ത് അന്നൊപ്പം ഉണ്ടായിരുന്ന എത്ര പേരുടെ പേര് നിങ്ങൾക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്? എത്ര പേരുടെ മുഖം നിങ്ങൾക്കിപ്പോൾ ഓർക്കാൻ സാധിക്കുന്നുണ്ട്? അതെല്ലാം പോട്ടെ, സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിച്ചിരുന്ന സമയത്ത് നിങ്ങളുടെ വലത് ഭാഗത്തും ഇടത് ഭാഗത്തും ഇരുന്നിരുന്നത് ആരാണ് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ? അതുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. പറ്റിയാൽ അവരുടെ പേരുകളും ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. അപ്പോൾ മെജോറിറ്റിക്കും അത്തരം പേരുകൾ ഇപ്പോൾ ഓർത്തെടുക്കാൻ സാധ്യമായി എന്ന് വരില്ല. പക്ഷേ ആ വ്യക്തിയെ ഹിപ്നോസിസിന് വിധേയമാക്കിയാൽ മാത്രം പോരാ, അത് എങ്ങനെയാണെന്നുള്ള ഞാൻ പിന്നാലെ പറയാം. ഹിപ്നോസിസിന് വിധേയമാക്കിയാൽ ചിലപ്പോൾ ഈ വ്യക്തികളുടെ പേരുകളെ ഓർത്തെടുക്കാൻ സാധിച്ചേക്കാം. അതും ചിലപ്പോൾ എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചില്ലേ, അതാത് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഡേറ്റകളാണെന്ന് പറഞ്ഞില്ലേ. അതായത് ഒരു ക്ലാസ്സിൽ ഒരു 40-50 കുഞ്ഞുങ്ങൾ അന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ആ 50 പേരുടെ പേരും ഒരു പക്ഷേ ഇപ്പോൾ ഓർമ്മയിൽ വന്നുകൊള്ളണമെന്നില്ല. പിന്നെയോ, അതിൽ നിങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ സ്വാധീനം ചെലുത്തിയ ചിലരെല്ലാം, ഒരുപക്ഷെ നിങ്ങൾക്കൊരു മിഠായി വാങ്ങി തന്നയാൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ലേറ്റ് പൊട്ടിച്ചയാൾ, നിങ്ങളുടെ പുസ്തകം കീറിയയാൾ, നിങ്ങളുമായിട്ട് തല്ലുണ്ടാക്കിയ ഒരാൾ, വഴക്കുണ്ടാക്കിയ ഒരാൾ, അല്ലെങ്കിൽ ടീച്ചറിനോട് പറഞ്ഞ് തല്ലി മേടിച്ച് തന്ന ഒരാൾ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്തു തന്ന ആരെങ്കിലുമൊക്കെ ആ വിധത്തിൽ കുറേ പേരെയൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഓർത്തെടുക്കാൻ സാധിക്കും. അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ വസ്തുത. അതേസമയം നിങ്ങളിൽ പ്രത്യേകിച്ച് സ്വാധീനമൊന്നും ഉണ്ടാക്കാതെ ന്യൂട്രലായിട്ട് കഴിഞ്ഞു പോയ കുറേ കുഞ്ഞുങ്ങളുണ്ടാകും. അവർ ഒരു പക്ഷേ നിങ്ങളുടെ സബ് കോൺഷ്യസിൽ ഇപ്പോഴും നിലനിന്നു എന്ന് വരില്ല. അതുപോലെ തന്നെ അധ്യാപകരുടെ കാര്യം എടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങളിൽ ഏതെങ്കിലും വിധത്തിലൊക്കെ ഓർമ്മകൾ അവശേഷിപ്പിച്ച
ചില അധ്യാപകർ അല്ലെങ്കിൽ മെജോറിറ്റി ഇപ്പോൾ ഓർക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ ഒരു സ്റ്റേറ്റിൽ ഈ ഡേറ്റുകൾ മനസ്സിൽ നിന്ന് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഇനി അതെങ്ങനെയാണ് ആ വിവരങ്ങൾ കളക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിന് വെറുതെ ഒരു വ്യക്തിയെ ഹിപ്നോസിസിന് വിധേയമാക്കിയാൽ മാത്രം പോരാ, മറ്റൊരു പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതുണ്ടാകും. എന്താണ് ആ പ്രോസസ്സ് എന്നുള്ളതിലേക്ക് നമുക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഒരു വ്യക്തിയെ ഡീപ്പ് ഹിപ്നോസിസിന് വിധേയമാക്കി കഴിഞ്ഞാൽ, ഡീപ്പ് ഹിപ്നോസിസ് എന്ന് പ്രത്യേകം പറയാൻ കാരണം ഹിപ്നോസിസിൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്റ്റേജുകളുണ്ട്. ഹിപ്നോസിസ് പഠിച്ചിരിക്കുന്നവർക്ക് കൃത്യമായിട്ടത് അറിയാൻ സാധിക്കും. സാധാരണഗതിയിൽ ഒരു വ്യക്തിയെ നമ്മൾ ഹിപ്നോസിസിന് വിധേയമാക്കുമ്പോൾ വളരെ നേരിയ ഒരു മയക്കം മാത്രമാണ് ഉണ്ടാകുന്നത്. വളരെ ആഴത്തിലൊന്നും പോകേണ്ട ആവശ്യവുമില്ല. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി ഈ മയക്കത്തിൻ്റെ തീവ്രതയെ, ആഴത്തെ വർദ്ധിപ്പിക്കേണ്ടതുണ്ടാകും. അതിന് കൃത്യമായിട്ടുള്ള മാർഗ്ഗങ്ങളുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു ഹിപ്നോസിസ് ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അതല്ല, ഹിപ്നോസിസ് ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഹിപ്നോസിസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിനുള്ള മാർഗ്ഗങ്ങളുമുണ്ട്. അതിലേക്ക് ഞാൻ പിന്നാലെ വരാം. ആ മാർഗ്ഗങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഹിപ്നോസിസിന് വിധേയമാക്കി വ്യക്തിയിലൊരു മയക്കം സൃഷ്ടിച്ച ശേഷം ആ മയക്കത്തിൻ്റെ തീവ്രതയെ അല്ലെങ്കിൽ ആ മയക്കത്തിൻ്റെ ആഴത്തെ നമ്മൾ കൂടുതൽ വർദ്ധിപ്പിക്കും. അതിന് കൃത്യമായിട്ടുള്ള രീതികളുണ്ട്. അപ്പോൾ അഗാധമായ മയക്കത്തിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുപോയതിനു ശേഷം ചില പ്രത്യേക നിർദ്ദേശങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രായത്തെ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ചില പ്രത്യേക നിർദ്ദേശങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രായത്തെ കുറച്ചു കൊണ്ടുവരും. പ്രായത്തെ കുറച്ചു കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ ശാരീരികമായിട്ട് കുറയ്ക്കുമെന്നല്ല പറയുന്നത്, മാനസിക തലത്തിൽ കുറച്ചു കൊണ്ടുവരും. ഇതിനെ ഏജ് റിഗ്രഷൻ എന്നാണ് പറയുന്നത്. ആ ഒരു പ്രോസസ്സിന് ഏജ് റിഗ്രഷൻ എന്നാണ് പറയുന്നത്. അതായത് ഒരു 40 വയസ്സുള്ള വ്യക്തിയാണ് നമ്മൾ ഹിപ്നോസിസിന് വിധേയമാക്കുന്നത് എങ്കിൽ അദ്ദേഹത്തെ ഹിപ്നോസിസിന് വിധേയമാക്കി അദ്ദേഹത്തിൻ്റെ മയക്കത്തിൻ്റെ ആഴത്തെ വർദ്ധിപ്പിച്ച് അതിനുശേഷം നിർദ്ദേശങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ 39ാമത്തെ വയസ്സിലേക്ക്, 38ാമത്തെ വയസ്സിലേക്ക്, 37ാമത്തെ വയസ്സിലേക്ക് ഇങ്ങനെ താഴേക്ക് കൊണ്ടുവരും. ഒരുപക്ഷെ ഒരു 7ാമത്തെ വയസ്സിലേക്ക് എല്ലാം എത്തിച്ചേരുമ്പോൾ അദ്ദേഹം 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലെത്തും. അപ്പോൾ ആ കാലഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളിലൂടെ ഈ വിവരങ്ങൾ നമുക്ക് റീകളക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ വളരെ രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ 7ാമത്തെ വയസ്സിലേക്കെല്ലാം പോയി കഴിയുമ്പോഴേക്കും ഈ വ്യക്തി 40ഓ 45ഓ 50ഓ വയസ്സിൽ നിന്നാണ് നമ്മൾ പോയിരിക്കുന്നത് എന്നിരിക്കട്ടെ, ഈ 40 വയസ്സുകാരൻ്റെ അല്ലെങ്കിൽ 45 വയസ്സുകാരൻ്റെ ഒരു മാനസിക പക്വതയോ വൈകാരികമായിട്ടുള്ള ഒരു ഗാംഭീര്യമോ ഒന്നും അവിടെ ഇദ്ദേഹം പ്രകടമാക്കിക്കൊള്ളണമെന്നില്ല. അതായത് 7ാമത്തെ വയസ്സിൽ അവിടെ അദ്ദേഹം ഒരു 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു 7 വയസ്സുകാരൻ്റെ വിധത്തിലായിരിക്കും അവിടെ സംസാരിക്കുന്നത്. 7 വയസ്സുകാരൻ്റെ വിധത്തിലാണെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപൂർവമായിട്ടാണെങ്കിലും ചില വ്യക്തികൾ ശബ്ദം കൊണ്ട് പോലും ആ വിധത്തിലേക്ക് മാറിക്കാണാറുണ്ട്. പക്ഷേ ഇത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു രീതി തന്നെയാണ്. ഇത് അത്ര എളുപ്പമല്ല. കാരണം അത്രമാത്രം ക്ഷമയോടുകൂടി ഉചിതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ വളരെ സമയമെടുത്ത് ചെയ്യേണ്ട സങ്കീർണമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഏജ് റിഗ്രഷൻ. പക്ഷേ ഒരു പ്രൊഫഷണൽ ഹിപ്നോട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയിൽ ഒരുപക്ഷെ അദ്ദേഹം പോലും മനസ്സിലാക്കാത്ത ചില രോഗകാരണങ്ങളെ അല്ലെങ്കിൽ ചില അസ്വസ്ഥതകളുടെ കാരണങ്ങളെയൊക്കെ നമുക്ക് ഈ വിധത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. ഈ കാരണങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ അസ്വസ്ഥതകളെ പരിഹരിക്കാനോ ലഘൂകരിക്കാനോ എല്ലാം ഹിപ്നോസിസിലൂടെ അല്ലെങ്കിൽ ഈ പ്രോസസ്സിലൂടെ തീർച്ചയായിട്ടും സാധിക്കും. ഇനി നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഈ ഡോക്യുമെൻ്റ് എവിടെയോ വെച്ച് മറന്നുപോയി അത് കിട്ടുന്ന കാര്യം. അപ്പോൾ ഡോക്യുമെൻ്റ് വെച്ചതിനെക്കുറിച്ചുള്ള ഏതെങ്കിലും ഒരു ധാരണ, ഏതെങ്കിലും ഒരു വിവരം അദ്ദേഹത്തിൻ്റെ ഉപബോധ തലത്തിൽ എവിടെയെങ്കിലും ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട് എങ്കിൽ അത് റീകളക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതല്ലാതെ അലക്ഷ്യമായിട്ട് എവിടെയോ വെച്ച് പോയതാണ്, അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഹിപ്നോസിസിന് വിധേയമാക്കിയാലും ഈ ഒരു ഡേറ്റ ലഭിച്ചുകൊള്ളണമെന്നില്ല. 1. ഇനി 2, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരുപക്ഷെ ഇദ്ദേഹം കൃത്യമായിട്ടൊരിടത്ത് വെച്ചു, ആ ഇടം അദ്ദേഹത്തിൻ്റെ സബ് കോൺഷ്യസിൽ ഇപ്പോൾ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും മറ്റേതെങ്കിലും ഒരു വ്യക്തി ആ ഇടത്ത് നിന്നും ഈ ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു അതെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഞാനൊന്നുകൂടി പറഞ്ഞുതരാം, ഇദ്ദേഹം കൊണ്ടുവച്ചിരിക്കുന്നത് അലമാരയുടെ അടിഭാഗത്തുള്ള ഒരു വരിപ്പിലായിരിക്കും. ഈ വിവരം നമുക്ക് സബ് കോൺഷ്യസിൽ നിന്ന് ഒരു പക്ഷേ റീകളക്ട് ചെയ്യാൻ സാധിച്ചേക്കും. എന്നാൽ
ഒരുപക്ഷെ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അബദ്ധത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇതിനെ എടുത്തിട്ട് മറ്റൊരു സ്ഥലത്ത് മാറ്റി വെച്ചിട്ടുണ്ടാകും. മനസ്സിലായോ? അപ്പോൾ ഇദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന ഈ ഡേറ്റ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ സ്ഥലത്ത് പോയി തിരഞ്ഞാൽ അത് ലഭിച്ചുകൊള്ളണം എന്നില്ല. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി ഈ വിധത്തിൽ കിട്ടുന്ന വിവരങ്ങൾ, അതായത് ഹിപ്നോസിസിൽ കിട്ടുന്ന വിവരങ്ങൾ പൂർണ്ണമായിട്ടും യാഥാർത്ഥ്യമായി കൊള്ളണമെന്നുമില്ല. അത് സബ് കോൺഷ്യസിൻ്റെ ശക്തമായിട്ടുള്ള ധാരണകളോ വിശ്വാസങ്ങളോ ഒക്കെ യാഥാർത്ഥ്യമെന്നുള്ള വിധത്തിൽ ഡേറ്റകളായിട്ട് ഹിപ്നോട്ടിക് സ്റ്റേറ്റിൽ പുറത്തേക്ക് വരാനുള്ള സാധ്യതകളുമുണ്ട്. അത് നമ്മൾ വളരെ ആഴത്തിൽ സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം കൂടി മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോൾ പറഞ്ഞില്ലേ, സബ് കോൺഷ്യസിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ പൂർണ്ണമായിട്ടും യാഥാർത്ഥ്യമായി കൊള്ളണമെന്നില്ല എന്ന് പറഞ്ഞില്ലേ. ആ കാരണം കൊണ്ടാണ് ഹിപ്നോസിസിന് വിധേയമാക്കിയിട്ട് കിട്ടുന്ന വിവരങ്ങളെ കോടതി തെളിവുകളായിട്ട് അംഗീകരിക്കാത്തത്. മനസ്സിലായോ? കാരണം അത് യാഥാർത്ഥ്യമായിക്കൊള്ളണമെന്നില്ല. ആ വ്യക്തിയുടെ സബ് കോൺഷ്യസിൽ ഏതെങ്കിലും വിധത്തിൽ പതിയപ്പെട്ട ഡേറ്റകളാകാം, വിവരങ്ങളാകാം. അതിനെല്ലാം നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ അത്തരം വിവരങ്ങളിലേക്ക് കടക്കാൻ സാധിക്കൂ. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു പരിശീലന വേദിയിൽ വളരെ ആഴത്തിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. ഇനി ഹിപ്നോസിസ് പഠിക്കണം, അറിയണം എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന 7736298611 എന്നുള്ള നമ്പറിലോ അല്ലെങ്കിൽ 7510164997 എന്നുള്ള ഈ നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാം. വളരെ എളുപ്പത്തിൽ, വളരെ ലളിതമായിട്ട്, അതും നിങ്ങളുടെ പ്രായം എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം അത് എന്തുമായിക്കോട്ടെ, നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുമായിക്കോട്ടെ, നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട്, അതും നമ്മുടെ സ്വന്തം ഭാഷയായിട്ടുള്ള മലയാളത്തിൽ ഹിപ്നോസിസ് പഠിക്കാൻ അവസരമുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് നേരിട്ടുള്ള ക്ലാസ്സുകളിൽ പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം പലതും നമ്മൾ കണ്ടറിഞ്ഞ്, തൊട്ടറിഞ്ഞ്, കേട്ടറിഞ്ഞ്, വിധേയമായിട്ട്, അനുഭവിച്ചറിഞ്ഞ് ഒക്കെ പഠിക്കുമ്പോൾ കൂടുതൽ ഗംഭീരമായിട്ട്, കൂടുതൽ ആഴത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അതിനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഇല്ല എന്നിരിക്കട്ടെ തൽക്കാലം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ഹിപ്നോസിസ് പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ സാധിക്കും. അതിൻ്റേതായിട്ടുള്ള പരിമിതികൾ തീർച്ചയായിട്ടും ഉണ്ടാകും. എങ്കിൽ പോലും ഓൺലൈനിൻ്റെ സാധ്യതകളെ ഗംഭീരമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹിപ്നോസിസ് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഹിപ്നോസിസ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ വിഷയം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളുമെല്ലാം ഈ വീഡിയോയുടെ ചുവട്ടിൽ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം. ഈ വിധത്തിൽ ഉപകാരപ്രദമായിട്ടുള്ള വിഷയങ്ങൾ നിരന്തരം ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം അശോക് നാരായൺ. താങ്ക് യു.